ഈ യോഗേഷ് ഗുപ്ത എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഗവൺമെന്റിനെതിരെ നിയമ യുദ്ധത്തിന് പോകുന്നു. അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് പോകുന്നതിന് ഇവിടുന്ന് ചില നിയമ നടപടികൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതവുമായി ചെയ്തു തീർത്ത് സർക്കാർ കൊടുക്കേണ്ടതുണ്ട്. കാര്യക്ഷമതയുള്ള പോലീസ് ഓഫീസർ അദ്ദേഹത്തിനെ വിടാതെ ക്രൂശിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ നടപടികൾ പോകുന്നത്. ഈ പോലീസ് സേനയ്ക്ക് എന്തു പറ്റി? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്തു പറ്റി? പോലീസ് സേനയ്ക്ക് എന്ത് പറ്റി എന്നുള്ളതിന്റെ ഒരു പിക്ടോറിയൽ അല്ലെങ്കിൽ ഓരോ ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പത്രങ്ങളെല്ലാം. കഴിഞ്ഞ കുറെ നാളുകളിലായി ഓരോ പോലീസ് സ്റ്റേഷനിലും നടന്നിരിക്കുന്ന അക്രമങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. പോലീസ് എല്ലാ കാലത്തും ഒരുപക്ഷെ ഇങ്ങനെ തന്നെയായിരുന്നു. അത് രാജഭരണകാലം തൊട്ട് ഇങ്ങോട്ട് പോലീസ്, പിണറായി വിജയന്റെ പോലീസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ പോലീസുകാരെ സംരക്ഷിക്കാനുള്ള സമീപനം ആരും സ്വീകരിച്ചിട്ടില്ല. ഇത് ഇപ്പൊ ഉദാഹരണത്തിന് കരുണാകരൻ ഒരു ആശ്രിത വത്സലനായിരുന്നു, കരുണാകരനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ കരുണാകരന്റെ കാലത്ത് ഇതുപോലെ നിരത്തിപ്പിടിച്ച് എവിടെയെങ്കിലും എല്ലാവരും കരുണാകരനെ എതിർക്കുന്നവരെ തല്ലിക്കൊന്നെന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. ഇപ്പൊ രാജന്റെ പ്രശ്നം, രാജൻ കരുണാകരനെ എതിർത്തതിനോ കോൺഗ്രസിനെ എതിർത്തതിനാണോ രാജനെ തല്ലിക്കൊന്നെന്ന് പറയുന്നത്? അന്നത്തെ നക്സലൈറ്റുകൾക്കെതിരായുള്ള പോലീസ് നടപടിയുടെ ഭാഗമായി രാജന് ഇങ്ങനൊരു അപകടം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ നക്സലൈറ്റ് ഭീഷണി ഇല്ലാതെ ജീവിക്കാൻ പിണറായി വിജയന് പോലും നടക്കാൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമാണ്. ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഒറീസയിലും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കിട്ടുന്നതോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വരുമ്പോൾ വഴിയൊരുക്കുന്നതിലോ താമസം വന്നാൽ, തടസ്സം വന്നാൽ, അല്ലെങ്കിൽ സ്ഥലത്തെ ഏതെങ്കിലും ഏരിയ സെക്രട്ടറിയുടെ എവിടെയെങ്കിലും മണ്ണ് നികത്താൻ അല്ലെ പുഴ നികത്താൻ പോയാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന നാട്ടുകാരെ പിടിച്ച് അടി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് CPM-ന്റെ പോലീസ് നയം മാറി. ഇനി യോഗേഷ് ഗുപ്ത പറയുന്നത്, യോഗേഷ് ഗുപ്ത ഇതിന്റെ എല്ലാം അറിയാവുന്നതാണ്. ഇതുപോലെ തന്നെ യോഗേഷ് ഗുപ്തയ്ക്ക് മുമ്പ് ഒരാളുണ്ടായിരുന്നു, സെൻകുമാർ മറ്റു പരാതികളൊന്നും കേൾപ്പിക്കാത്തൊരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. സെൻകുമാറിനെ DGP ആക്കാൻ പിണറായി വിജയൻ സമ്മതമല്ലായിരുന്നു. കാരണം തെറ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ അവരെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയന് വേണ്ടിയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറ്റുള്ളൂ. തെറ്റ് ചെയ്യാൻ തയ്യാറില്ലാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായിക്ക് വേണ്ട. എന്താ കാര്യം? എന്താ? അവരെ കൊണ്ട് നിർബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റാതെ വരും. ഒരു 2-3 അഴിമതി കേസുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പിണറായിയുടെ കയ്യിൽ വരുന്നതെങ്കിൽ അയാൾക്കും അഴിമതി തുടരാം, പിണറായി വിജയൻ അതിൽ കൂടുതൽ ചെയ്യുകയും ചെയ്യാം. ആ കാഴ്ചപ്പാടാണ് പിണറായി വിജയൻ വെച്ചു പുലർത്തുന്നത്. ഇപ്പൊ സെൻകുമാറിന്റെ കാര്യം എടുത്തു പറഞ്ഞു. സെൻകുമാറും ഇതുപോലെ പ്രൊമോഷൻ കിട്ടാൻ, അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനോ അല്ല ഇവിടെ തന്നെയോ DGP ആയിട്ട് കിട്ടാൻ വേണ്ടി കോടതിയിൽ കൂടിയാണ് അദ്ദേഹം DGP ആയത്. യോഗേഷ് ഗുപ്തയ്ക്ക് അങ്ങനെ പോകേണ്ടി വരുമോ എന്നുള്ള അറിയത്തില്ല. ഇതുവരെ അദ്ദേഹത്തിന്റെ ഫയല് അങ്ങോട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പിണറായി പറയുന്നത്. സാർ, ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ യോഗേഷ് ഗുപ്ത വിജിലൻസിന്റെ ഡയറക്ടർ ആയിരുന്നു, സാറിന് അറിയാമല്ലോ. അറിയാം. അദ്ദേഹത്തിന് പിണറായി വിജയൻ അജിത് കുമാർ ബന്ധത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അറിയാമെന്ന് നമുക്ക് കരുതിക്കൂടെ? സാറ് പറഞ്ഞതുപോലെ PP ദിവ്യയെ സംരക്ഷിക്കാൻ, അതായത് സാറ് പറഞ്ഞ കളങ്കിത വ്യക്തിത്വങ്ങളിൽ പെടുന്ന PP ദിവ്യയെ സംരക്ഷിക്കാൻ, പിന്നെ കണ്ണൂർ പൊളിറ്റിക്സിലെ CPM-ലെ ചിലരെ സംരക്ഷിക്കാൻ, നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സർവ്വ അലിഗേഷന്റെ വിജിലൻസ് അന്വേഷണങ്ങളും അദ്ദേഹത്തിന് അറിയാമെന്ന് നമുക്ക് കരുതിക്കൂടെ? അതായത് സർക്കാരിനെ വെട്ടിൽ വീഴ്ത്തത്തക്ക തരത്തിലുള്ള പല രേഖകളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ ഭയക്കുന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി ഭയക്കുന്നോ? അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയാൽ ഒരു വേള തിരിഞ്ഞു കുത്തിയാലോ എന്ന ഭയമാണോ ഇതിന്റെ പിന്നിലുള്ളത്? അല്ല, പിണറായി വിജയൻ യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിൽ പോയാലും അവിടെ റോയുടെ തലവനായാലും CBIയുടെ തലവനായാലും NIA-യുടെ തലവനായാലും മോഡിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും പിണറായിക്കെതിരെ ഒരു അനക്കവും നടത്താൻ പറ്റില്ല. കാരണം ഇവിടുത്തേക്കാൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും മോഡിയുടെ കീഴിൽ അവിടെയുള്ള യോഗേഷ് ഗുപ്ത. കാരണം പിണറായി വിജയന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള മോഡിയുടെയും കൂടെ ആവശ്യമാണ്. അതിന്റെ ഉദാഹരണം പറയാൻ വേണമെങ്കിൽ, ഇപ്പൊ സെൻകുമാറിന്റെ DGP ആകുന്നതിന് മുമ്പ് പറഞ്ഞു കേട്ട കഥയാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കഥയല്ല. എന്നാൽ പോലും അതിൽ വാസ്തവങ്ങൾ കുറെ ഉണ്ട്. തമിഴ്നാട്ടിലെ ഒരു അത്തർ വ്യാപാരിയുണ്ട്, മോഡിയുടെ ഏറ്റവും ലണ്ടൻ ബേസ് ആയിട്ട് യൂറോപ്പിലൊക്കെ അത്തർ ബിസിനസ് നടന്ന കോടീശ്വരന്മാരിൽ കോടീശ്വരൻ, മോഡിയുടെ അടുത്ത സുഹൃത്താണ്. ഈ മനുഷ്യന്റെ കൂടെ ഒരു മലയാളി സുഹൃത്ത്, കർഷക സംഘടനയുടെ നേതാവ് മോഡിയെ കാണാൻ പോകുന്നു. ഇയാൾക്ക് എപ്പോ വേണേ മോഡിയെ കാണാൻ വെയിറ്റ് ചെയ്യുമ്പോൾ മോഡിയുടെ ഓഫീസിന് മുമ്പിൽ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ 2 പേര് മോഡിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. 2 പേരിൽ ആരൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന് ജോൺ ബ്രിട്ടാസും രണ്ടാമത്തെ ആള് പിണറായി വിജയനുമായിരുന്നു. അവർ പോവുകയും ചെയ്തു. 2 പേര് മോഡിയെ കാണാൻ കയറി. അപ്പൊ ഉടനെ ഇവര് കയറി ചെന്നപ്പം മോഡി ഉപയോഗിച്ച ഭാഷ, പിണറായിയെ കുറിച്ചും ബ്രിട്ടാസിനെ കുറിച്ചും മോഡി ഉപയോഗിച്ച ഭാഷ ഏ ഹമാര ആദ്മി ഹേ. അപ്പം ഇയാൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ, കൂടെ തന്നെയാണ്. എന്നാൽ പോലും ഇവർ തമ്മിൽ സംസാരിച്ചു. എന്താണ് ഇങ്ങനെ വിഷയം എന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു, അവർക്കൊരു DGP-യെ വേണം, സെൻകുമാറിനെ DGP ആക്കാൻ പറ്റില്ല. ആ നിർദ്ദേശവുമായിട്ടാണ് ആര് വന്നത്? പിണറായി വിജയനും ബ്രിട്ടാസും കൂടെ ചെന്നത്.
അപ്പൊ ഇത് ശരിയാണോ, ഇയാൾ പറഞ്ഞ തത്തർ കച്ചവടക്കാരൻ പറഞ്ഞാൽ ശരിയാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ സെൻകുമാറിനെ 2 ദിവസത്തിനുള്ളിൽ DGP ആയി ബെഹ്റയെ കൊണ്ടുവരുമ്പം തീരുമാനിച്ചു ഇയാൾ പിണറായി പോയത് ഇതിന് തന്നെയാണ് എന്നുള്ള സാഹചര്യ തെളിവ് നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്. നേരിട്ട് കണ്ടു. സെൻകുമാറിനെ ആക്കുന്നതിന് മുമ്പ്, ബെഹ്റയെ ആക്കുന്നതിന് മുമ്പ് നേരിട്ട് പോയി പിണറായി വിജയനും വിട്ടാസംഘയാണ് പോയത്. ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലും ആലോചിക്കണം. സെൻകുമാർ പിന്നീട് DGP ആയത് കോടതി വഴിയാണ് DGP ആയത്. അദ്ദേഹം പിന്നീട് BJPയിൽ ചേർന്നെങ്കിൽ പോലും കോടതി വഴിയാണ് DGP ആയത്. നിയമ പോരാട്ടത്തിലൂടെയാണ്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലും നിയമ പോരാട്ടത്തിലൂടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മോഡിയിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. പിണറായിയുടെ കാര്യമായുണ്ട. ഇപ്പൊ മമതയുടെ കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ കിട്ടിയേനെ. സാർ, അപ്പൊ നമ്മുടെ കേരള സമൂഹത്തിലുണ്ടാകുന്ന സംശയം, യോഗേഷ് ഗുപ്തയ്ക്ക് യോഗേഷ് ഗുപ്ത PP ദിവ്യക്കെതിരെ അല്ലെങ്കിൽ CPM-ന്റെ കണ്ണൂർ ഘടകത്തിലെ സംസ്ഥാന സെക്രട്ടറിക്ക് വരെ വളരെ അനധികൃത സമ്പാദ്യമുണ്ട് എന്ന രീതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിയതിന്റെ കൃത്യമായ രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അദ്ദേഹം അത് എത്തിക്കും. അത്തരം രഹസ്യങ്ങൾ കണ്ടുപിടിക്കും എന്നുള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ വിജിലൻസിൽ നിന്ന് മാറ്റിയതും അദ്ദേഹം ഇപ്പൊ അഗ്നിശമന സേനയുടെ തലപ്പത്തിരിക്കുന്നത്. അല്ല, അതിപ്പോ അഗ്നിശമന സേനയുടെ തലപ്പത്ത് അയാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ലാസ് വന്നതിന്റെ പേരിൽ അയാളെ നാളെ വീണ്ടും പുറത്താക്കാനുള്ള മാർഗം കൂടെ കണ്ടുപിടിക്കും. ജേക്കബ് തോമസിന് പറ്റിയ പോലെ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള ഇത്ര മാത്രം, ഇങ്ങനെ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ ഇവർ ഭയക്കുന്നത് ഇവരുടെ തന്നെ പുറത്തേക്ക് വന്നേക്കാവുന്ന വലിയ പല രഹസ്യങ്ങളെ സംബന്ധിച്ചല്ലേ? അതെ, പക്ഷെ എനിക്ക് യുക്തി മനസ്സിലാവുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, അതേ പത്രക്കാർ പറഞ്ഞ യുക്തി മനസ്സിലാവുന്നില്ല. യോഗേഷ് ഗുപ്തയുടെ കയ്യിൽ ഇത്രയും രഹസ്യങ്ങൾ ഉണ്ട് എന്ന് പിണറായിക്ക് അറിയാമെങ്കിൽ യോഗേഷ് ഗുപ്ത യാതൊരു കാരണവശാലും പിണറായി വെറുപ്പിക്കില്ല. കാരണം പുറത്തു നിൽക്കുന്ന യോഗേഷ് ഗുപ്ത ഇതിനേക്കാൾ അപകടകരമായിരിക്കും. അങ്ങനെ ആലോചിച്ചെങ്കിൽ ഇയാൾക്ക് വിജിലൻസ് വഴി രഹസ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ രേഖകളെല്ലാം അയാൾ പിണറായി ഏൽപ്പിച്ചു കാണും. ഇങ്ങനെ രേഖകളൊന്നും കാണില്ല. അറിവ് മാത്രമേ കാണുള്ളൂ. രേഖകളില്ലാതെ സംസാരിക്കുന്നതായിരിക്കും. രേഖകൾ പിണറായി തന്നെ ഏൽപ്പിച്ചു. കാര്യങ്ങളൊക്കെ തന്നെ P. ശശി എത്തിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ PP ദിവ്യ പൂട്ടപ്പെടും, സംസ്ഥാന സെക്രട്ടറി പൂട്ടപ്പെടും എന്ന കാര്യങ്ങൾ എത്തി. അപ്പോഴാണ് അദ്ദേഹത്തിനെ തെറിപ്പിക്കുന്നത്. അല്ല, PP ദിവ്യ പൂട്ടപ്പെടും എന്നുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളെ റിപ്പോർട്ട് പുറത്തു വിട്ടാലത്തെ സ്ഥിതി എന്നതാ. യോഗേഷ് ഗുപ്ത ആ റിപ്പോർട്ട്, പല റിപ്പോർട്ടുകളും അങ്ങനെയാണല്ലോ പുറത്തു വരുന്നത്. പോലീസ് റിപ്പോർട്ടുകൾ ഇപ്പൊ ഒന്നൊന്നായിട്ട് വരുന്നില്ല, ഒത്തിരി എണ്ണത്തെ വരുന്നില്ലേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ലേ. യോഗേഷ് ഗുപ്തയുടെ കയ്യിലുള്ള റിപ്പോർട്ട് നാളെ പുറത്തു വരികയെന്ന് ആര് കണ്ടു? ഏതായാലും സാറ് പറയുന്ന പോലെ ഇപ്പോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയാൽ ഒരു വേള CBI അന്വേഷണത്തിന് PP ദിവ്യ ഉൾപ്പെടെയുള്ളവർ നടത്തിയ തട്ടിപ്പിന് ഉത്തരവിട്ടേക്കും എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേന്ദ്ര സർവീസിലേക്ക് പോകാൻ പോലും ഒരു അനുമതി കൊടുക്കാൻ? അവിടെ നമുക്ക് പറ്റുന്ന തകരാറ്, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മോഡിയും പിണറായി ആയിട്ടുള്ള ബന്ധം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. യാതൊരു കാരണം എന്തിനിങ്ങനെ വെച്ച് താമസിപ്പിക്കണം? അദ്ദേഹത്തിന് അതൊന്ന് കൊടുത്താൽ പോരെ? അല്ല, അദ്ദേഹത്തിന് കൊടുത്ത് നാളെ ഇവിടെ കേരള കടലിലേക്ക് വരുമെന്ന് അറിയത്തില്ലല്ലോ. നാളെ ഇങ്ങോട്ട് വരത്തില്ലേ? ഇല്ല സാർ, അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോകാനല്ലേ ചോദിക്കുന്നത്. ഡെപ്യൂട്ടേഷൻ കേന്ദ്രത്തിലേക്ക് പോയി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ശക്തനാവും. ഉടനെ നടപടിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുക എപ്പോഴാണെന്നറിയോ? യോഗേഷ് ഗുപ്തയുടെ കയ്യിൽ ഇതുവരെ വിജിലൻസ് സംബന്ധിച്ച് പിണറായി വിജയനെതിരായിട്ടും PP ദിവ്യക്കെതിരായിട്ടും P. ശശിക്കെതിരായിട്ടും കളക്ട് ചെയ്തിരിക്കുന്ന റെക്കോർഡുകൾ, രേഖകൾ അങ്ങോട്ട് കൊടുക്കുകയും യാതൊരു കാരണവശാലും അത് പുറത്താക്കില്ല എന്നുള്ള ഉറപ്പ് യോഗേഷ് ഗുപ്തയിൽ നിന്ന് പിണറായി വിജയൻ മേടിക്കും. എന്നിട്ട് മാത്രമേ അത് ഫയൽ മൂവ് ചെയ്യുള്ളൂ. ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മൂവ് ചെയ്യുള്ളൂ. അത്രയ്ക്ക് മണ്ടനല്ലല്ലോ പിണറായി. അല്ലെ പിണറായി മണ്ടനാണെങ്കിലും ശശി മണ്ടനല്ലല്ലോ. അങ്ങനെ വിചാരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം.